ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ എങ്ങോട്ടാണ് എത്തിച്ചേരുക? ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യൻ തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇറാനാകട്ടെ ഇറാനിലെ ആണവ കേന്ദ്രത്തോട് ചേർന്ന അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നു. 47 വർഷമായില്ലേ? ഇനി ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കുന്നതാണ് ഇറാന്റെ ഭാവിക്ക് നല്ലത് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ ലക്ഷ്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി വെനസ്വേലയെ കീഴടക്കിയതുപോലെ ഇറാനെയും കൈപ്പിടിയിൽ ഒതുക്കാനാണ് എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നു. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആദ്യവട്ട ചർച്ചകൾ നടന്നുവെങ്കിലും അതിലൊന്നും കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. രണ്ടാം ഘട്ട ചർച്ചകൾ എപ്പോൾ നടക്കുമെന്ന് ഇപ്പോഴും ഒരു പിടിയുമില്ല. നിലവിൽ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയില്ല എന്നും ചർച്ചകളിലൂടെ ധാരണയിലെത്താനാണ് ശ്രമമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. ഉറ്റ സുഹൃത്തും ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രവുമായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയിട്ട് പോലും ഇറാനിൽ തിരക്കിട്ട് സംഘർഷം വേണ്ട എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അതേ ട്രംപ് തന്നെയാണ് ഇന്നലെ മറ്റൊരു വിമാനവാഹിനി കപ്പൽ ഇറാൻ തീരത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്ന് പറഞ്ഞതും. ചർച്ചകളിൽ അമേരിക്കയുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും വഴങ്ങിയില്ലെങ്കിൽ സംഘർഷം എന്ന നിലപാടിലേക്കാണ് അമേരിക്ക എത്തുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡാണ് പശ്ചിമേഷ്യൻ തീരത്തേക്ക് ട്രംപ് പുതുതായി അയക്കുന്നത്. നേരത്തെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു. എബ്രഹാം ലിങ്കണിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ജെറാൾഡ് ആർ ഫോർഡിന് US നൽകിയിട്ടുള്ള നിർദ്ദേശം. കരീബിയൻ മേഖലയിൽ വിന്യസിച്ചിരുന്നതാണ് ജെറാൾഡ് ആർ ഫോർഡ്. ഇതാണ് പശ്ചിമേഷ്യൻ തീരത്തേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. അഥവാ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ കീഴടക്കാൻ ഏത് കപ്പൽപ്പടയെയാണോ ട്രംപ് ഉപയോഗിച്ചത് അതേ കപ്പൽപ്പട തന്നെയാണ് ഇപ്പോൾ ഇറാൻ മേഖലയെയും ലക്ഷ്യമാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ വെനസ്വേലയെ കീഴടക്കിയതുപോലെ ഇറാനെയും കീഴടക്കുകയാണോ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പലരും സംശയിക്കാൻ കാരണം. ഇറാനിയൻ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ വെനസ്വേലയെ കാൽ കീഴിലാക്കിയതുപോലെ ഇറാനെ കീഴ്പ്പെടുത്തുക അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട USS ജെറാൾഡ് ഫോർഡ് ഉടൻ അമേരിക്കൻ തീരം അണയില്ല എന്ന് വ്യക്തമാണ്. ഏപ്രിൽ അവസാന വാരം വരെ അല്ലെങ്കിൽ മെയ് ആദ്യ വാരം വരെ ജെറാൾഡ് ആർ ഫോർഡ് ഇനി പശ്ചിമേഷ്യൻ തീരത്തായിരിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. USS ജെറാൾഡ് ആർ ഫോർഡ് അമേരിക്കയുടെ 38ാമത്തെ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന്റെ പേരിട്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട് ജെറാൾഡ് ഫോർഡിനെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 24-ന് യൂറോപ്യൻ തീരം ലക്ഷ്യമിട്ട് യാത്ര ആരംഭിച്ച ജെറാൾഡ് ആർ ഫോർഡിന്റെ ലക്ഷ്യം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. കരീബിയൻ തീരത്തേക്ക് നീങ്ങാൻ ജെറാൾഡിന് നിർദ്ദേശം വന്നു. വെനസ്വേലയെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മാസങ്ങളോളം കരീബിയൻ കടലിൽ കഴിഞ്ഞ ജെറാൾഡ് ഫോർഡാണ് വെനസ്വേലയ്ക്കെതിരെ ജനുവരിയിൽ ആക്രമണം ആരംഭിച്ചത്. ജെറാൾഡ് ആർ ഫോർഡിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ജനുവരി 3-ന് കാരക്കാസിനു നേരെ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തത്. ഈ ആക്രമണത്തിലാണ് US വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതും. ഇതിനുശേഷം അമേരിക്കൻ തീരത്തേക്ക് തിരിച്ചെത്തേണ്ടിയിരുന്ന കപ്പലിനോടും അനുബന്ധ കപ്പലുകളോടും ഇറാൻ തീരത്തേക്കെത്താൻ ട്രംപ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. USS എബ്രഹാം ലിങ്കണും 3 മിസൈൽ ഡിസ്ട്രോയറുകളും 2 ആഴ്ച മുന്നേ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ചേരാനാണ് ജെറാൾഡിനുള്ള നിർദ്ദേശം. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്തും നങ്കൂരമിട്ടിട്ടുണ്ട്. ഇതോടെ ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇറാനുമായി ഒരു കരാറിൽ എത്താത്ത പക്ഷം US രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ട്രംപ് നേരത്തെ ഇസ്രായേലി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഈ സൈനിക വിന്യാസം. 1 മാസത്തിനുള്ളിൽ ഇറാനുമായി കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാൻ വളരെ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഈ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യൻ തീരത്ത് നടക്കുമ്പോൾ തന്നെ ഇറാനിൽ അതിനിർണായകമായ മറ്റു ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപത്തെ അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സുകൾ ബലപ്പെടുത്തുന്ന ജോലികൾ നടക്കുന്നതായുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയും അമേരിക്ക സൈനിക വിന്യാസം വിപുലമാക്കുകയും ചെയ്യുന്നതിന്റെ ആശങ്കകൾക്കിടെയാണ് ഇറാന്റെ ഈ നീക്കം. ഇറാനിലെ പിക്കാക്സ്
മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്ന മൗണ്ട് കോളാങ്കാസ്ലയിലെ ആണവ കേന്ദ്രത്തോട് ചേർന്ന അണ്ടർഗ്രൗണ്ട് കെട്ടിടത്തിന്റെ പ്രവേശന കവാടമാണ് ബലപ്പെടുത്തുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം സുരക്ഷിതമാക്കുക എന്നതാകും ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ആണവ പദ്ധതികൾ സമാധാനപരമാണ് എന്നും തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിനാണ് എന്നുമാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക ഇപ്പോൾ രണ്ടാമത് ഇറാനുമായി സംഘർഷത്തിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നത്. എന്നാൽ ആണവായുധ വികസനം തങ്ങളുടെ അജണ്ടയല്ല എന്ന് ഇറാനും പറയുന്നു. കഴിഞ്ഞ ജൂണിൽ ഇറാനിൽ നടന്ന 12 ദിവസത്തെ US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. പക്ഷേ അന്ന് ആക്രമിക്കപ്പെട്ടതിൽ പിക്കാക്സ് മൗണ്ടെയ്ൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിക്കാക്സ് മൗണ്ടെയ്നിന് 2 കിലോമീറ്റർ മാറിയുള്ള നതാൻസ് ആണവ കേന്ദ്രത്തിൽ അന്ന് ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്ക ഉടലെടുത്തതും. ഫെബ്രുവരി 10 പകർത്തപ്പെട്ട ഒരു ഉപഗ്രഹ ചിത്രത്തിൽ പിക്കാക്സ് മൗണ്ടെയ്ൻ എൻട്രൻസിന് മുകളിൽ വലിയ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതായാണ് ചിത്രത്തിലുള്ളത്. അടുത്തു തന്നെ മറ്റൊരു ടണലിന്റെ വാതിലിൽ കോൺക്രീറ്റിന് വേണ്ട മെറ്റൽ, സിമന്റ് അടക്കമുള്ള വസ്തുക്കൾ നിരത്തിയിട്ടുമുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വ്യോമാക്രമണം ഈ ആണവ കേന്ദ്രങ്ങളുടെ നേർക്കുണ്ടായാലും അണ്ടർഗ്രൗണ്ടിന് കൂടുതൽ സുരക്ഷ ഒരുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് കരുതുന്നു. ഇപ്പോഴും പിക്കാക്സ് മൗണ്ടെയ്ൻ ആണവ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നും കരുതാം. അതോടൊപ്പം നതാൻസ് ആണവ കേന്ദ്രത്തിലും തൊട്ടടുത്ത ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലും സമാനമായ ജോലികൾ നടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് അമേരിക്ക പ്രസ്താവിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക ഭരണം അവസാനിപ്പിച്ച് അവിടെ പുതിയ ഭരണകൂടം വരുന്നത് ഇറാന്റെ ഭാവിയിലെ ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ മാറ്റുന്നതിനെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞത് എങ്കിലും പകരം ആര് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനെ നയിക്കാൻ അവിടെ ധാരാളം ആളുകളുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖമനേയി ഇതുവരെ ട്രംപിന്റെ പ്രസ്താവനയോട് ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. ആണവ പദ്ധതി സംബന്ധിച്ച് നിലവിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് ഇറാന്റെയും അമേരിക്കയുടെയും തീരുമാനം. എന്നാൽ അടുത്ത ഘട്ട ചർച്ചയുടെ തീയതിയോ വേദിയോ ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഇറാനെതിരെ കർശന കരാർ വേണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ എത്തിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചയിൽ ധാരണയിൽ എത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചുവെന്നും താൻ നിലപാട് അറിയിച്ചുവെന്നുമാണ് നെതന്യാഹു പറയുന്നത്. 3 മണിക്കൂറാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നീണ്ടത്. ഇറാനുമായി നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണം എന്ന നിലപാടാണ് ട്രംപിന്. എന്നാൽ ഇസ്രായേലിന്റെ ഈ ഇടപെടലിൽ ഇറാന് നീരസമുണ്ട്. ഇസ്രായേലുമായി തങ്ങൾ നിലവിൽ ഒരു ചർച്ചകളും നടത്തുന്നില്ല എന്നും അവർ ഇടപെടേണ്ടതില്ല എന്നുമാണ് ഇറാൻ പറയുന്നത്. ഇറാൻ അമേരിക്ക ചർച്ചകളിലേക്ക് ഇസ്രായേൽ സ്വയം നുഴഞ്ഞു കയറുകയാണ് എന്നാണ് ഇറാനിലെ ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.